ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ നമ്മൾ ചായ കുടിക്കാൻ പോകണേ. ക്ഷീണിക്കാൻ കിടന്നുടങ്ങ അങ്ങനെ ഈ ചട്ടില്ല ഗൈസ്. ഇപ്പോൾ പുലർച്ചെ 8 മണി അവനിതുവരെയായിട്ട് എണീറ്റില്ല ഗൈസ്. ഇന്ന് സ്കൂളിലേക്ക് പോകാണ്ടിരിക്കാനുള്ള അടവാണ് അവൻ്റെ. എന്താ അവന് കേട്ടാ ഗൈസ്. നമുക്ക് വണ്ടി കേടാല്ലേ, പക്ഷെ പുതിയ വണ്ടി വേണം. ഈ വണ്ടീനെ ആശയാണ്. അയ്യോ അതൊക്കെ എടുത്താൽ മതി, വണ്ടി പോകണ്ട ഗൈസ്. പിന്നെ നിങ്ങൾ അറിഞ്ഞ നമ്മുടെ അയൺമാനുണ്ടല്ലോ, ഇവിടെ പുതിയ വാടക വീട് എടുത്തിട്ടുണ്ട്. അയൺമാനൊന്ന് കാണാല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, അയൺമാനെ നമുക്ക് കാണാമെന്ന് പോവാം ഗൈസ്. എത്ര ദിവസമായി ടോണി സ്റ്റാർക്ക്, അതായത് നമ്മളെ അയൺമാൻ, അവനെ കണ്ടിട്ട് കുറേ നാളായി. ഈ വണ്ടിക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ ഈ വണ്ടി വിളിച്ചല്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അയൺമാൻ്റെ വീട്ടിൽ പോകണം ഗൈസ്. അയ്യോ ഇയാളൊന്നും മാറുന്നില്ലല്ലോ. എന്നിട്ട് നമുക്ക് 3000 പേരൊക്കെ അടിച്ചിട്ടുണ്ട് വ്യൂസൊക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ വ്യൂസ് കൂടണം ഗൈസ്. അടിച്ച് പഞ്ചറാക്കണം വെച്ചാൽ ഒന്നും വേണ്ട ഗൈസ്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമുക്ക് ഉള്ളിലേക്ക് കയറുന്ന മുമ്പ് ഇവിടെ ടോണി സ്റ്റാർക്ക് ഉണ്ടോ അതിന് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഉള്ളിലേക്ക് ഒരു തപ്പി നോക്കാം ഗൈസ്. നമുക്ക് ഉള്ളി തപ്പാട്ടെ ഗൈസ്. എടാ അയൺമാനെ, അയൺമാൻ അമ്മച്ചി, ആരാടെ ഇങ്ങനെ കടന്നു ഓളിട്ട മനുഷ്യരിപ്പോൾ വീട് ചന്തി പൊളിഞ്ഞു മനുഷ്യൻ്റെ. അണ്ണ പാത്തയ്യ. അയ്യോ ടോണി സ്റ്റാർക്കേ, എവിടെടാ മനുഷ്യൻ്റെ ചന്തി? ഈ സ്റ്റെപ്പ് എന്തിനാണ് നീ ഉണ്ടാക്കി വെച്ച? മനുഷ്യൻ്റെ സ്റ്റെപ്പ് ഞാൻ തുപ്പിടുവിനി. അത് നമ്മൾ ടോണി സ്റ്റാർക്ക്. അയൺമാനെ ഓടോ ഇവിടെ ഫ്രണ്ടിൽ. നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്ന്? അല്ല അയൺമാനെ, നീ എന്താ ഒരു കരയുന്ന ശബ്ദം കേട്ടല്ലോ. എടാ ഞാൻ കന്നാടാ. അയ്യേ, നീ എന്താ ഇപ്പം കരയണേ? എടാ അത് പിന്നെ ഇന്നെൻ്റെ പവേഴ്സ് ആരോ എടുത്തൂടാ. നിൻ്റെ പവേഴ്സാ? ഇന്നലെ രാത്രി ഞാൻ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു സൂട്ട്. ഇവിടെ ബെഡിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചതാണ്, പക്ഷെ ആരെടുത്തു? ബെസ്റ്റാണ്. നിൻ്റെ മോന്തച്ച് പൊട്ടിക്കണം എൻ്റെ. അയ്യേ, ഇങ്ങനെ കടയിലൂടെ കിടന്ന് CCTV ക്യാമറ ഉണ്ടോ? ഇല്ലടാ. ബെസ്റ്റ്. ബെഡിൻ്റെ അടിയിൽ ആരെങ്കിലും വെക്കോടാ? വെക്കില്ല. നീ ഒന്ന് തപ്പി നോക്കിയേ, എന്തെങ്കിലും ഉണ്ടാവോ? വല്ല സൂചന കിട്ടിയാലോ? ഞാനൊന്ന് തപ്പട്ടടി ഗൈസ്. നമ്മൾ അടിയിലാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ല. പക്ഷേ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. എടാ അവിടെ ഒന്നും ഇല്ലടാ. എന്ത് ചെയ്യണം നമ്മൾ? ശരിയാ, നീ പൊക്കോ. ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എനിക്കേ പറ്റുള്ളൂ. അതായത് നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി വല്ലതും ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നു. അതിൽ അവഞ്ചേഴ്സിൽ പെട്ടവരല്ലേ ഉണ്ടായിരുന്നെ? അൽക്കൊക്കെ ഉണ്ടായിരുന്നോ? അൽക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. ആര്? അവൻ ചേട്ടൻ ഉണ്ടാ? ആടോ അവനുണ്ട്. അവൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. റെഡ് ഹൾക്കിനോടെയോ? അവനാണോ അവൻ്റെ ചേട്ടൻ? അവൻ്റെ ഹൾക്കിൻ്റെ ചേട്ടൻ. ഓടോ അവൻ വന്നു. പിന്നെ കുറേ നേരം പാട്ടി വെച്ചവൻ പോയിണ്ടായിരുന്നു. പിന്നെ നിൻ്റെ സൂട്ടിന് മാത്രം പവർ, അല്ലെങ്കിൽ നിൻ്റെ ഈ സംഭവിക്കുക ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുമോ? ഓടോ അങ്ങനെ എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ ശക്തി അവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അവർക്ക് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ സമയമുള്ളൂ എടുക്കാനായി. ആ പവർ മതി. ഇപ്പം എത്ര മണിയാണ്? രാവിലെ
8:30 ആയിണ്ടാവും ഇപ്പോൾ. ഓ അവൻ്റെ വീട് എവിടെ നിൽക്കറിയോ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, നീ അവിടേക്ക് പോയാൽ മതി. ആ പോവാം ഗൈസ്. നമുക്കേ എന്താ സംഭവം ഉണ്ടായെന്ന് അറിയാം. ആ എന്തായാലും റെഡ് ഹൾക്കിന് എന്തെങ്കിലും ഒരു പന്തികേടുണ്ടാവും ഗൈസ്. നമുക്കിപ്പോളേ നമ്മുടെ അയൺമാൻ പറയാൻ പോലെ റെഡ് ഹൾക്കിൻ്റെ വീട്ടിലേക്ക് പോകാം ഗൈസ്. അവൻ്റെ വീട് എവിടെയാ? എന്തായാലും ഹൾക്കും റെഡ് ഹൾക്കും അത്രയും ബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലേ നോക്കേ ഒന്ന് ഹൾക്കിനെ കാണാം, അതായത് റെഡ് ഹൾക്കില്ലേ ഗൈസ്. ഇപ്പോഴത്തെ നമ്മുടെ സൂപ്പർ ഹീറോ നമ്മുടെ ഗ്രീൻ ഹൾക്കിനെ കാണാൻ പോകും ഗൈസ്. അവൻ്റെ ലൊക്കേഷൻ എനിക്കറിയാം ഗൈസ്. നമുക്ക് അവനെ ഒന്ന് കാണാൻ പോകും ഗൈസ്. അവൻ്റെ അടുത്ത് ഈ റെഡ് ഹൾക്ക് എന്തൊക്കെയാ പണി കാണിക്കാന് ഒന്ന് ചോദിച്ചിട്ട് ഗൈസ്. അതിന് മുമ്പ് കമൻ്റ് ഇടാം ഗൈസ്, കുറേ കമൻ്റ് ഒരു കെ ആക്കാം, ലൈക്ക് ഒരു കെ ആക്കാം, പിന്നെ സബ്സ്ക്രൈബ് 1K 1000 പേര് സബ്സ്ക്രൈബ് അടിച്ചേക്കുക, ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ഈ വാതിൽ കംപ്ലൈൻ്റ് ആയില്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലൊക്കേഷൻ വന്ന. എന്തായാലും ഇപ്പോൾ ഗ്രീൻ ഹൾക്ക് ഇവിടെ ഉണ്ടാവും ഗൈസ്. നോക്കാം, പേടിയാണ് ഗൈസ്. ഇവിടൊക്കെ ഇവർ ജീവിക്കുമോ? പച്ചമരം ഉണ്ട്. അവിടെ ഒരു വീട് കാണും. ഇവിടെ ഒരു വീടുണ്ട്. ഓക്കെ, ഹൾക്കിനൊന്ന് വിളിച്ചു നോക്കാം. ഹൾക്കിന് നമ്മൾ ഇതാണ്. ഹലോ ഹൾക്കേ. ഓക്കെ ഗൈസ്, ഹൾക്ക് പറഞ്ഞത് ഞാൻ ഇപ്പോൾ വരാമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞത്. അവനിപ്പോൾ വരട്ടെ, ഇപ്പോൾ വരുമെന്ന് അവൻ പറഞ്ഞു ഗൈസ്. എന്തോടാ വിളിച്ചത്? എടാ ഹൾക്കേ, നിൻ്റെ ചേട്ടനില്ലേ ഓടോൾക്ക്, അവനിപ്പോൾ ഇവിടെ ഉണ്ടാ? ഞങ്ങൾ അടി ഉണ്ടാക്കിയിടുന്നു, അതുപോലെ നമുക്ക് നല്ല വിഷമോ. ഇനി എനിക്ക് അവനായിട്ട് ബന്ധമില്ല. ഇനി അല്ല, എനിക്ക് റെഡ് ഹൾക്കിനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവനെൻ്റെ ചോട്ട്. അവനെ ഇന്നലെ ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിൽ പാർട്ടിക്ക് വന്നില്ലേ? ഓടോ വന്നു. പക്ഷെ എനിക്ക് ഇത്തിരി ജോലി ഉണ്ടായിരുന്നുടാ, അവൻ്റെ സിറ്റിയിൽ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. റെഡ് ഹൾക്ക് ഇത്തിരി പിശകല്ലേ. അവന് ടോണി സ്റ്റാർക്കായിട്ട് അത്രയും മടിയാണ്. അവൻ ഇന്നലെ എന്നോട് പറയാണ്ട് അങ്ങോട്ട് പോയി, പിന്നെ കണ്ടില്ല ഞങ്ങൾ. ഞാൻ CCTV നോക്കിയപ്പോൾ എന്താ അവൻ്റെ കയ്യിൽ വട്ടുള്ള സംഭവം. ഞാൻ നോക്കിയപ്പോൾ ടോണി സ്റ്റാർക്കിനെ വിളിക്കാൻ കിട്ടുന്നില്ല. ഞാൻ അവിടെ ജോലി ചെയ്യാമായിരുന്നു. അപ്പം നീ ഇപ്പോൾ വന്നതാ. അപ്പം താങ്ക് യു പറഞ്ഞേനെ. ഓക്കേടാ, ശരി. ഗൈസ്, അങ്ങനെ എല്ലാം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് എല്ലാം വിവരം കിട്ടിയില്ലേ? റെഡ് ഹൾക്ക് എവിടെയെന്നൊക്കെ നമുക്കറിയില്ലേ? ഞാനങ്ങനെ കണ്ടുപിടിക്കും. ടോണി സ്റ്റാർക്കാരോ? എന്നാണ് എന്തോടാ എടോ ഇവിടെ റെഡ് ഹൾക്ക് നിൽക്കടോ. അവനിക്ക് മോളിക്ക് ചാടി വേണ്ടി റെഡ് ഹൾക്കാ. റെഡ് ഹൾക്ക് ഇപ്പോളെ എന്താണ് ചെയ്തിരിക്കണേ? ഗ്രീൻ കളറിൽ വന്നിട്ട് എന്നെ പറ്റിക്കാൻ നോക്കാം. അവൻ്റെ മുഖമൊക്കെ പോയിട്ടുണ്ട്. അതിന് വിളിച്ച് പങ്കെടുക്കാൻ. അയ്യോ പോരാടാ. ഓക്കിട വേഗം പോ. ഓക്കെ ഗൈസ്, ഇത് പാർട്ട് 2 ഉണ്ട് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, പീസ് ഔട്ട്.